എന്റെ വാർത്ത പുറലോകത്ത് അറിയിക്കുന്നത് പുള്ളിച്ചാലവനാണ് ഓടി ഇവിടെ എത്തിയതും എല്ലാം ഇവര് കാരണമാണ് എല്ലാം പുറത്ത് അറിയേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരത. ഓമന ഡാനിയൽ, മകൾ നിഷ, പോലീസ് ഉദ്യോഗസ്ഥനായ പ്രസാദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും SC/ST കമ്മീഷണർക്കും ബിന്ദു പരാതി നൽകിയിട്ടുണ്ട്. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ഇത് 8 ദിവസം മുമ്പ് കൊടുത്ത വീഡിയോയുടെ ലിങ്കാണ്. അപ്പോൾ കുറേ മുമ്പ് ചെയ്തു. നമ്മൾ മെയ് 11-നാണ് നമ്മൾ ബിന്ദുവിന് ഉണ്ടായതൊരു അനുഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ 3-ാം തീയതിയാണ് ബിന്ദു പോലീസിന്, അതായത് DGPക്ക്, മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ SC/ST കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത്. ആ 3-ാം തീയതി വൈകുന്നേരത്തോടു കൂടി നമ്മൾ ബിന്ദുവിൻ്റെ വീട്ടിലെത്തുന്നു. നമ്മൾ ഫയൽ ചെയ്യുന്നു, അതായത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡെസ്കിലേക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞാണ് നമുക്കറിയാം ഇന്ത്യ-പാക് വിഷയം വരുന്നത്. അപ്പോൾ നമുക്ക് ബിന്ദുവിൻ്റെ ദുരവസ്ഥയേക്കാൾ പിന്നെ മൊത്തം പഹൽഗാം വിഷയം മാത്രമേ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊത്തം വെടിയും പുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനുശേഷം 11-ാം തീയതി നമ്മൾ ബിന്ദുവിൻ്റെ ഈ ഒരു വിഷയം നമ്മൾ സമൂഹത്തിനിടയിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു പ്രതികരണം. കാരണം ബിന്ദുവിൻ്റെ കണ്ണുനീര് സമൂഹം അങ്ങ് ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ പോസ്റ്റുകൾ അതിനടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ദളിത് ചിന്തകർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇഷ്ടംപോലെ എൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വരുന്ന കാണുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വാർത്ത പോയി പിറ്റന്നാണ് DGP, എന്തായാലും പരാതിയുണ്ട്, ബിന്ദുവിൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. പിറ്റന്ന് തന്നെ DGP അടിയന്തരമായിട്ടൊരു ഉത്തരവിറക്കുകയാണ്. ഈ ബിന്ദുവിൻ്റെ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം എന്നുള്ളത്. ആർക്ക്? നമ്മുടെ കണ്ടോൺമെൻറ്റ് ACPക്കാണ് ഈ ഉത്തരവ് കൈമാറുന്നത്. 15 ദിവസത്തിനകം, സ്റ്റുവർട്ട് കീലറാണ്, അദ്ദേഹത്തിനോട് പറയുന്നു 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് DGP ഒരു ഇടപെടൽ നടത്തുന്നത്. നമ്മുടെ വാർത്ത പോകുന്നു 11-ാം തീയതി, എനിക്ക് തോന്നുന്നു 12-ഓ 13-ാം തീയതിയോ ആണ് ആ ഒരു ഉത്തരവ് വരുന്നത്. അത് നമ്മൾ വാർത്തയായിട്ട്, അതായത് 11 മുതൽ ഇന്ന് 19 വരെ അതിന്റെ കണ്ടിന്യൂറ്റി വാർത്തകൾ പല സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു റിനു. പിന്നെ നമ്മൾ ഏകദേശം 3-4 വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായി ചെയ്തുകൊണ്ട്, ഇത് തന്നെയാണ് ഈ അധികൃതരുടെ മുന്നിൽ ഈ വാർത്ത എത്താനും ശ്രദ്ധിക്കപ്പെടാൻ. അപ്പോൾ തുടർച്ചയായി വാർത്തകൾക്ക് ശേഷം DGP ഇടപെടുന്നു. ഒരു ഇമ്പാക്റ്റ് നമ്മൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വാർത്ത ഇങ്ങനെ നിലനിൽക്കുകയാണ്. റഹീസ് സൂചിപ്പിച്ചതുപോലെ ഈ എഴുത്തുകാരും ചിന്തകരും ഒക്കെ തന്നെ ഇതിനെതിരെ വ്യാപകമായി. ഇപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ബെയിലിൻദാസ് ജൂനിയർ അഭിഭാഷകക്കെതിരായിട്ടുള്ള അതിക്രമം വരുന്നു. അപ്പോൾ ആ കേസിലും പ്രതിയെ പിടികൂടുന്നു, ഈ അഭിഭാഷകയ്ക്ക് നീതി ലഭിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ബിന്ദുവിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. ഈ സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരോട് സോഴ്സ് ചോദിക്കരുത് എന്ന് ഇപ്പം നമ്മളോട് ചോദിച്ചാലും ഞാനും പറയും, റിനുവും പറയും. ഈ വാർത്തയിലേക്ക് റിനു എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങൾ ചിലപ്പം സോഴ്സ് പറയാൻ പറ്റുന്നുണ്ടാവില്ല, എങ്കിലും ഇതെങ്ങനെ വന്നു? എങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്? ഒന്ന് ക്രൈം ബീറ്റ് ആണല്ലോ നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായും പോലീസുമായി നിരന്തരം ഇടപെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിവരം കിട്ടി, പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായി ആ നാട്ടിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെടുത്തി ഈ ഒരു അന്വേഷണം നടത്തുന്നു. ഇവരുടെ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് പിന്നെ പരാതി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വാർത്തയിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഈ DGPക്ക് SC/ST കമ്മീഷനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ പരാതി നൽകുന്നു. അതിനുശേഷം നമ്മൾ വാർത്ത എടുക്കുന്നു. പക്ഷേ നമുക്ക് മറ്റൊരു വെർഷൻ ഉണ്ടല്ലോ, പോലീസുകാരോട് ചോദിക്കണം എന്താണ് സത്യം എന്നുള്ളത്. കൃത്യമായി പേരൂർക്കട CIയോട് ഇക്കാര്യം അന്വേഷിച്ചു. സംഭവം കൃത്യമായി അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തും അവർ കുറേ ന്യായവാദങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറം അവർ ഈ സംഭവം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആൾ 23-ാം തീയതിക്ക് തൊട്ട് തലേ ദിവസം 22-ാം തീയതി പരാതി നൽകുന്നു. 23-ാം തീയതി ഈ ബിന്ദുവിനെ അവിടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സസ്പെൻഷനിലായ പ്രസാദിനോട് സംസാരിച്ചിരുന്നു, SIയോട്? പ്രസാദിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാര്യം പ്രസാദ് ഒരു കുറ്റം ചെയ്ത ആളിനോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഹയർ ഓഫീസർ, കാര്യം ഒരു SHO ആണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ SHOയോട് കൃത്യമായി തന്നെ നമ്മൾ കാര്യം കൃത്യമായി വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ വെർഷൻ എന്താണെന്ന് ചോദിച്ചു. കൃത്യമായി അവരുടെ വെർഷൻ പറഞ്ഞു. പക്ഷേ ഈ സംഭവത്തിൽ അവർ ഓൺ ചെയ്യുന്നുണ്ട്. സംഭവം നടന്നിട്ടുണ്ട്. കാര്യം FIR ഇട്ട കേസാണ്, അവർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. FIR ഇതുവരെയും സ്കോഷ് ചെയ്തിട്ടുമില്ല. FIR ഇട്ടിട്ടുണ്ട്, അവർ കോടതിയെ അറിയിച്ചിട്ടില്ല. FIR നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. എങ്ങനെ നിലനിൽക്കുമെന്ന് FIR കണ്ടിരുന്നു? തീർച്ചയായും. എന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന
കുടപ്പനക്കുന്ന് സ്വദേശി ഇവിടെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലെ കട്ടിലിൻ്റെ തലയിണയ്ക്കടിയിൽ നിന്ന് 2.5 പവന്റെ മാല മോഷണം പോയതായി പരാതി ലഭിക്കുന്നു. ആ പരാതിയെ തുടർന്ന് അവർ സംശയം പറഞ്ഞത് ഇന്ന ആളിനെയാണ്, അതായത് ബിന്ദുവിനെയാണ്. അങ്ങനെയാണ് ബിന്ദുവിനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എൻ്റെ ഒരു സാധനം പോയി, അത് റിനു ആണ് എടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പരാതി തന്നാൽ സാധാരണ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണല്ലോ FIR പറയുന്നത്. അതിനകത്ത് ഒരു ബേസിക്കായ ഒരു അന്വേഷണം നടത്താതെ അവിടെയാണ് പോലീസിന് വീഴ്ച പറ്റി. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, 5 മണിക്ക് ശേഷം ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നതിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. 2, ഇത് മോഷണമാണോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചിട്ടില്ല. അത് മോഷണമാണെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇവരെ പ്രതിയാക്കാൻ പറ്റൂ എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസുകൾ വീട്ടിൽ നിന്ന് സാധനം, സ്വർണം, പ്രത്യേകിച്ച് സ്വർണം പോയ കേസുകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. അത് വീട്ടുകാർ, ഈ കേസിൽ വീട്ടുകാർ എന്നതല്ല നമ്മൾ എഴുതുന്നത്. സാധാരണഗതിയിൽ മാല പോകുന്നു, വള പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞത് വരിക ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കായിരിക്കും. അങ്ങനെ ഇഷ്ടം പോലെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഈ പോലീസ് തിടുക്കം കാട്ടി. അതൊരു ദളിതായതുകൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത് അല്ലേ? തീർച്ചയായും. കാരണം ഇവരുടെ നിറവും ഇവരുടെ വംശവും ഒക്കെ അതിനൊരു കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, എനിക്ക് തോന്നുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിനുശേഷം ജനമൈത്രി പോലീസിലേക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പേരൂർക്കട പ്രത്യേകിച്ച് വലിയ പ്രശ്നബാധിത ഒരു പോലീസ് സ്റ്റേഷൻ അല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സ്ത്രീയോട്, ദളിതായിട്ടുള്ള സ്ത്രീയോട് ഒരു രാത്രി, അതായത് ഒരു പകൽ, ഏകദേശം വൈകുന്നേരം 4 മണിക്ക് സ്റ്റേഷനിൽ എത്തുന്നു, പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:30 വരെ രാത്രിയിൽ ഭർത്താവ് കാണാൻ വരുന്നു, ഭക്ഷണം കൊടുക്കാൻ അനുവാദം ചോദിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല, കോടതിയിൽ ഹാജരാക്കുമ്പോൾ നീ കണ്ടാൽ മതി എന്ന് ഭർത്താവിനോട് പറയുന്നു, വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ ബാത്റൂമിൽ നിന്നെടുത്ത് കുടിക്കാൻ പറയുന്നു, വിവസ്ത്രയാക്കി പരിശോധിക്കുന്നു, തെറി അഭിഷേകം നടത്തുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇടതുപക്ഷ സർക്കാരാണ്, നമ്മൾ സർക്കാരിനെ പുഴത്തി പറയുന്നത് അല്ലെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നടപടിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അയൽക്കാരോട്, ചില പോലീസുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ അത് തന്നെയല്ല ശരി, മറ്റു വേർഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വേർഷൻ ആയിരിക്കും. അപ്പം ഞാൻ തിരിച്ചിങ്ങനെ ചോദിച്ചു, അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ പരാതിമാരിൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു ഓഫീസിൽ പോയിട്ട് തെറ്റ് ചെയ്ത ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പോകുമ്പം എനിക്കൊരു ബോധം വേണമല്ലോ, ഇത് അന്വേഷിക്കും, ഇത് എന്നിൽ തന്നെ തിരിച്ചു വരുമെന്ന്. തീർച്ചയായും ന്യായീകരിക്കാൻ ആരും ശ്രമിക്കില്ല. കാരണം തെറ്റ് ചെയ്ത്, ഇപ്പോൾ പറയുന്നത് ഇവർ തന്നെയാണ് മോഷ്ടിച്ചത്, അതിനുശേഷം മാല കൊണ്ടിട്ടതാകാം. എന്നാൽ ഈ പോലീസ് അന്വേഷിക്കേണ്ടത്, ഈ യഥാർത്ഥത്തിൽ പോലീസിന് ഇവിടെ പറ്റിയിരിക്കുന്നത് ഇത് മോഷണമാണോ എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചിട്ടില്ല. ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണോ മോഷ്ടിച്ചത് എന്നുള്ളതും അന്വേഷിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദളിതായിട്ടുള്ള വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർക്ക് മേലിൽ കുറ്റം ചാർത്തി FIR ഇട്ട് അവരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ ജോലി കഴിഞ്ഞു. പരാതി കൊടുത്ത ഓമനയോ അവരുമായി ബന്ധപ്പെട്ടവരോ മാധ്യമങ്ങളെ കണ്ടോ ഇതുവരെ? ഞാൻ ഈ സംഭവം, അതായത് ബിന്ദുവിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഇവരെ വിളിച്ചിരുന്നു, പരാതിക്കാരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത്, അവർ പരമാവധി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. അവർ മാല വീട്ടിൽ നിന്ന് കിട്ടി, ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാൻ സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ഈ വശങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. ഈ പോലീസിനോട് എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിടികൊടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ മാല, അവർക്കെങ്കിലും പോലീസിൽ ഒരു പരാതി കൊടുത്തൂടെ ഈ മാല എന്തു ചെയ്തു എന്നുള്ളത്? കാരണം ഈ വീടിന്റെ മുറ്റത്ത് കിടന്ന് കിട്ടി എന്നാണ് പറയുന്നത്. എങ്ങനെ ഈ മുറ്റത്ത് ഈ മാല വന്നു എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ ഇത് ആരെടുത്തു എന്നുള്ളത് അറിയണ്ടേ? ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഈ സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ബിന്ദുവിനോട് സംസാരിക്കുമ്പം ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ എന്താണ് ബിന്ദു പറയുന്നത്? ഇത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത ചെയ്തു, അവരുടെ ഒരു പ്രശ്നം അന്ന് അനുഭവിച്ചു, പക്ഷെ അതിനൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടൊരു സന്തോഷമൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും റിനുവിനോടൊരു സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? അവരുടെ ഈ സസ്പെൻഷന് ശേഷമുള്ള പ്രതികരണത്തെക്കാൾ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചത് നമ്മൾ ആദ്യം വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലും നമ്മുടെ സാരഥി അനിയൻ കുഞ്ഞുമായിട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, സാധാരണ ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് കിട്ടിയ ഒരു വീട്,
എന്താ തറയൊന്നും ഇടാതെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബം, 2 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ പോലും പോലീസ് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരെ വെച്ചിട്ട്. അതായത് ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ കേസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് ഈ പോലീസിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ഏറ്റ ആ പീഡനം ഇവർ ഓരോന്നും പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നു. നമ്മൾ ആ പ്രതികരണം കൊടുത്തിരുന്നു, അരുൺ സാറിന്റെ ഷോയിൽ നമ്മൾ കൊടുത്തിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷം. മറ്റൊരു ചോദ്യം മറുചോദ്യമായി ചോദിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അവിടെ നിന്ന് നമ്മളൊരു തീരുമാനമെടുത്തു, തുടർച്ചയായിട്ട്, അതായത് ബിന്ദുവിന് നീതി ലഭിക്കണം. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാർത്തകളും അതിനെ തുടർന്ന് DGP എന്തായാലും ഇടപെട്ടു, അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ഒരു പകുതി നീതി ലഭിച്ചു. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. 15 ദിവസത്തിനപ്പുറവും ഒന്ന് മാറ്റി നിർത്താൻ പോലും തീരുമാനിച്ചില്ല. തുടർന്നാണ് ഈ വാർത്തകൾ തുടർച്ചയായി ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് SIക്ക് നടപടി. പിന്നീട് എനിക്ക് തോന്നുന്നു മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുക, തീർച്ചയായും ഏറ്റെടുക്കാതെ മാറിപ്പോകാൻ പറ്റാത്ത തരത്തിലുള്ള ജനുവിനായ ഒരു ഇഷ്യൂ കൂടി ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 ദിവസം മുമ്പാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തു തുടങ്ങിയത്. ഇന്നോടുകൂടി എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നു, വലിയ ആഘോഷമായി ഈ എല്ലാ ചാനലുകളും മാറ്റുകയും ചെയ്യുന്നു, നടപടികളിലേക്കൊക്കെ വരുന്നു. ആ ഒരു രീതിയിലേക്കായിരുന്നു ഈ ഒരു വാർത്തയുടെ പോക്കെന്ന് പറയുന്നത്. എന്തായാലും എന്താ പറയുക, സഹപ്രവർത്തകർ നല്ല കൺഗ്രാജുലേഷൻസ്. വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ വേദന പുറത്തെത്തിച്ച് അതിലൊരു റിസൾട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായും. കാരണം ആ വേദനിക്കുന്ന മുഖത്തിൽ നിന്നൊരു അല്പം സന്തോഷമുള്ള മുഖത്തിലേക്കാണ് ബിന്ദുവിന്റെയും ആ മുഖം, എന്റെയും മുഖം അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഈ പണിയുടെ ഒരു ഗുണമല്ലേ. തീർച്ചയായും. തെറി വിളിക്കുന്നവർ തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. അത് ഉറപ്പല്ലേ. ഇപ്പോൾ ഈ വാർത്തയിലും നമുക്ക് പല രീതിയിലും തെറി കേൾക്കുന്നുണ്ട്, നല്ലതും കേൾക്കും. നമ്മൾ നല്ല വശം മാത്രം എടുക്കുക, നല്ല വശം എടുത്തുകൊണ്ട് എന്തായാലും മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഇന്ന് നന്മയുള്ളൊരു ദിവസമായിരുന്നു. സ്ഥാപനത്തിനും അല്ലേ? തീർച്ചയായും. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടുന്നത് നമ്മുടെ ഡെസ്കാണ്. ഈ ഡെസ്ക് നമ്മൾ ഈ വാർത്ത കൊടുത്ത് ആ കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതി, അതായത് നമ്മൾ ഈ വാർത്ത ഇവിടുന്ന് ഡെസ്കിലേക്ക് കൊടുക്കുന്നു, പക്ഷേ ഓണെയർ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു സാധനം തന്നെയാണ്. അത് ഡെസ്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കും ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട്. ഓക്കെ.